ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. അച്ഛൻ എന്തെങ്കിലും അപകടം സംഭവിച്ചിട്ടുണ്ടോ? ആ അപകടത്തിന്റെ വാർത്തയാണോ ഞങ്ങൾ അറിയേണ്ടത്? നിത്യ, അതാണ് വിധിയെങ്കിൽ അങ്ങനെ തന്നെ നടക്കട്ടെ. എടാ ജീവ, ഞങ്ങളെ എന്ത് വേണമെങ്കിലും ചെയ്തോ, നീ അച്ഛനെ ഉപദ്രവിക്കരുത്. ഓ, ഈ വക സെന്റിമെന്റ്സ് കാണുമ്പോഴാ എനിക്ക് സകല നിയന്ത്രണവും വിട്ടുപോകുന്നത്. ഒരാളെ ഇല്ലായ്മ ചെയ്യാൻ തീരുമാനിച്ചാലേ ബാക്കിയുള്ള എല്ലാരും കൂടി അങ്ങ് ഇറങ്ങിക്കോളും. ഞങ്ങളുടെ ജീവനെടുത്തോ, അയാളെ വെറുതെ വിട്ടോളെന്നും പറഞ്ഞു. തെറ്റ് ചെയ്തവരെ അല്ലേ അമ്മയെ ശിക്ഷിക്കേണ്ടത്? ജീവൻ ആരെയാണെന്ന് വെച്ച് വിളിച്ചു പറ. അച്ഛനൊന്നും ചെയ്യരുത്. ഞങ്ങളിപ്പോ പോലീസ് സ്റ്റേഷനിൽ പോവും. ഇത്രയും കാലം നീ ഇതൊക്കെ ചെയ്തു കൂട്ടിയിട്ടും നീ എന്തെങ്കിലും നന്നാവൂന്നുള്ള പ്രതീക്ഷ പറഞ്ഞ മനുഷ്യനാണത്. നിന്റെ അച്ഛനെ കൊന്നുകളയല്ലേടാ. ഞാൻ കഷ്ടപ്പെട്ടുണ്ടാക്കിയ JR എന്ന സാമ്രാജ്യം ഈ രീതിയിൽ അധപ്പതിച്ചത് ആരെ കൊണ്ടാമേ? അന്ന് ഓഫീസിൽ നടന്ന പത്രസമ്മേളനത്തിലെ മീഡിയാസിനെ അധികാരം കൊണ്ട് വെല്ലുവിളിച്ച് അങ്ങേര് സംസാരിച്ചില്ലേ? അതന്നെ അങ്ങ് തീർത്തു കളയാൻ വേണ്ടിയല്ലേ? ഇതേ ഉമ്മറത്ത് വെച്ച്, നമ്മൾ ഈ സംസാരിക്കുന്ന ഇതേ സ്ഥലത്ത് വെച്ച് ലക്ഷ്യങ്ങളെ പൂർത്തീകരിക്കുകയാണെന്നും കുറച്ചു നാളും കൂടി ഈ വേഷം കെട്ടി JRന്റെ കൂടെ നിൽക്കേണ്ടി വരുമെന്നും എന്നോടല്ലടാ ശരവണ അങ്ങേര് പറഞ്ഞത്. അത് കേട്ട നിമിഷം ഞാൻ തീരുമാനിച്ചതാ കൊന്നുകളയാൻ. ഒരിക്കൽ ഞാനതിന് ശ്രമിക്കുകയും ചെയ്തു. പക്ഷേ കരുത്തനായ പട്ടാളക്കാരൻ രഘു അതിൽ നിന്ന് രക്ഷപ്പെട്ടു. ഇനി അങ്ങനെ സംഭവിക്കില്ല. ഇനി മരണവാർത്തയെ വരൂ. എന്നെ ചതിച്ച ഒരാൾക്ക് നേരെ ചൊവ്വേ ഒരു സംസ്കാരം പോലും ഞാൻ അനുവദിക്കില്ല. അത്രയും വികൃതമായിരിക്കും ആ ശരീരം. കാണണമെങ്കിൽ അവിടെ പോയ കത്തിക്കരിഞ്ഞ അവശിഷ്ടങ്ങൾ കാണാം. എന്നിട്ട് അവിടെ തന്നെ കുഴിച്ചു മൂടാം. സമ്മതിക്കില്ലടാ ഞാൻ. എന്റെ രഘുവേട്ടന് ഒന്നും സംഭവിക്കാൻ ഞാൻ സമ്മതിക്കില്ലടാ. അയ്യോ, ഇപ്പൊ ഒരാള് നഷ്ടപ്പെടാനേ ഞാൻ തീരുമാനിച്ചിട്ടുള്ളൂ. പക്ഷെ ബഹളം വെക്കുകയോ ആളെ കൂട്ടുകയോ പോലീസിന്റെ അടുത്ത് പോവുകയോ വല്ലതും ചെയ്താലുണ്ടല്ലോ, എണ്ണി എണ്ണി ഓരോന്നിനെയും ഞാൻ തീർക്കും.